ഇന്നലെ ആലുവ തോട്ടക്കാട്ടുകര പള്ളിയിൽ പള്ളിപ്പെരുന്നാളായിരുന്നു, പ്രസംഗം ഉണ്ടായിരുന്നു. കുർബാന ചൊല്ലിയത് ഞങ്ങളുടെ സഹായമിത്രൻ ആൻ്റണി വാലിങ്കൽ പിതാവാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഓഷിജല ജോഷിച്ചൻ പിതാവിനോട് ചോദിച്ചു, പിതാവ് മോതിരം ഇടാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പിതാവ് മോതിരം ഇട്ടിട്ടില്ല. ആ പിതാവ് ഞാൻ മോതിരം എടുത്ത് വെച്ച പക്ഷേ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ മോതിരം ഊരി വെക്കാമോ പിതാവ്, എപ്പോഴും ഇട്ടിട്ട് നടക്കണ്ടേ? അപ്പോൾ പിതാവ് പറഞ്ഞു, ഇല്ല, ഞാനതിങ്ങനെ ഇടയ്ക്ക് ഊരി വയ്ക്കും, കാരണം അതിന് വലിയ കനമാണ്. ഞങ്ങളുടെ രൂപതയിലെ അച്ഛന്മാരുടെ ഫസ്റ്റ് ബാച്ച് ധ്യാനം നടക്കുകയാണ്. അടുത്ത ആഴ്ച സെക്കൻഡ് ബാച്ചിലെ ധ്യാനമാണ്. അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവ് അടുത്ത ആഴ്ചത്തെ ബാച്ചിൽ കൂടുന്നുണ്ടോ, ധ്യാനം കൂടുന്നുണ്ടോ? പിതാവ് പറഞ്ഞു, ഞാൻ കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പിതാക്കന്മാർക്ക് സെപ്പറേറ്റ് ധ്യാനം ഉണ്ടല്ലോ, പിന്നെ ഇതിനെന്തിനാണ് കൂടുന്നത്? ആ പിതാവ് പറഞ്ഞു, അങ്ങനെയെങ്കിലും തലയിൽ എന്തെങ്കിലും കയറട്ടെ എന്നേ. അധികാരത്തിൻ്റെയും കസേരയുടെയും കനമില്ലാത്ത ഒരു സൗന്ദര്യം പിതാവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഇന്നത്തെ ഗോസ്പലിൽ ഈശോയുടെ വളരെ ക്ലോസ് ആയിട്ട് രണ്ട് ശിഷ്യന്മാർ ജെയിംസും ജോണും വന്നിട്ട് കസേര വയ്ക്കുകയാണ്. ഇടത്ത് വലത്തുള്ള കസേര മുൻകൂട്ടി ബുക്ക് ചെയ്യാണ്. ഈശോയുടെ ഇന്നർ സർക്കിളിൽ പെട്ടവരായി രണ്ടുപേർ. അവരാണ് ഈശോയോട് ഇത് ചോദിക്കുന്നത്. ഈശോയോട് ഇത്ര ക്ലോസ് ആയിട്ട് പോലും അവർക്ക് ഈശോയുടെ മെസ്സേജ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈശോയുടെ സ്നേഹത്തോടെ തിരുത്തുന്നുണ്ട്. പിന്നീട് ജീവിതം കൊണ്ടും മരണം കൊണ്ടും അവർ രണ്ടുപേരും അത് തിരുത്തുന്നുമുണ്ട്. ഈശോയോട് വളരെ ക്ലോസ് ആകുമ്പോൾ സംഭവിക്കുന്നൊരു അപകടമാണെന്ന് ഗോസ്പൽ നമ്മൾ കാണുന്നത്. പവർ സ്ട്രഗിൾ. നമ്മുടെ സഭയുടെ അധികാരവും അതിൽ നിന്നും കംപ്ലീറ്റായിട്ട് മോചിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം പവർ സ്ട്രഗിളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ലോക്കൽ ഓർഡിനറി ആയിട്ട് കാര്യമില്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറണം.